കല്യാണ കച്ചേരി. ഓഹോ, അത് ശരി. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് വാങ്ങി അടിച്ചു പൊളിച്ച് ഇവിടെ നിറങ്ങാൻ റെഡിയായി നിൽക്കുവാണല്ലേ തമ്പുരാട്ടി? കാർത്തി അടിമുടിയൊന്ന് നോക്കിയതും ഭൂമിക്ക് വല്ലാത്തൊരു നാണം വന്ന് മുട്ടിട്ടു. അവൻ്റെ ശ്വാസം കവളിത്തട്ടിയതും ഭൂമിയുടെ മിഴികൾ പിടയുന്നുണ്ട്. അവൻ്റെ മിഴികളിലെ തീഷ്ണത കണ്ടതും ഭൂമി മെല്ലെ മുഖം ചിരിച്ചു. സാറല്ലേ എന്നോട് ആദ്യം ഇതൊക്കെ പറഞ്ഞത്? അല്ലാണ്ട് ഞാനല്ലല്ലോ. അവൾ പതിയെ മൊഴിഞ്ഞു. കാർത്തി അത് വ്യക്തമായി കേൾക്കുകയും ചെയ്തു. അതെ, എൻ്റെ പ്രിയതമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കട്ടിലിൽ കിടക്കുന്നവളുടെ ഇരുവശത്തും കൈവച്ച് അവൾക്ക് അഭിമുഖമായി കിടക്കുകയാണ് കാർത്തി. സാർ എന്താ ഈ കാട്ടണത്? എഴുന്നേറ്റ് മാറിയേ. നിനക്ക് എന്നെ വിട്ടിട്ട് പോകാൻ അത്രയ്ക്ക് ധൈര്യമുണ്ടോടി? അവൻ്റെ ചോദ്യം കേട്ടതും ഭൂമിയുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. അല്പം കൂടി അവൻ തന്നിലേക്ക് ചേർന്നു വന്നതും അവളവനെ പിടിച്ച് തള്ളി മാറ്റാൻ തുനിഞ്ഞു. കാർത്തി തൻ്റെ മുഖം അവളിലേക്ക് അമർത്തിയതും പെണ്ണിൻ്റെ അതിരത്തിൽ അവൻ്റെ അതിരം അറിയാതൊന്ന് സ്പർശിച്ചു. ഭൂമിയുടെ മിഴികൾ ഒരു നിമിഷം കൊണ്ട് പിടഞ്ഞെണീറ്റു. അവനിൽ നിന്നും തൻ്റെ അതിരം മാറ്റാൻ അവൾ തുനിഞ്ഞതും കാർത്തി അല്പം കൂടി അതിലേക്ക് അമർത്തി. പെണ്ണിൻ്റെ പൂവുടൽ ഒന്ന് വിറകൊണ്ടു. പെട്ടെന്നായിരുന്നു പുറത്തുനിന്നും വലിയൊരു മിന്നൽ പിണറ് അവരുടെ മുറിയിലേക്ക് ഓടിയെത്തിയത്. ഒപ്പം വലിയൊരു ഇടിയും. ഒരു നിമിഷം കൊണ്ട് ഭൂമിയുടെ ഇരു കൈകളും അവനെ ആഴത്തിൽ പുണർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി കൊരുത്തു. ഇതുവരെ അനുഭവിച്ചറിയാത്തൊരു അനുഭൂതി തന്നിൽ വന്ന് നിറയുന്നത് പോലെ ഭൂമി അറിഞ്ഞു. ആ നേരം കൊണ്ട് തന്നെ കാർത്തിയുടെ അതിരങ്ങൾ അവളുടേതിനെ നുണഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ ഇരു തളങ്ങളും അവൻ മാറി മാറി നുണഞ്ഞു. പെണ്ണിൻ്റെ അടിവയറ്റിൽ ഒപ്പം ഒരു തിരവന്ന് ആഞ്ഞടിച്ചു. ഭൂമി കാർത്തിയുടെ മുടിയിൽ വിരൽ കോർത്തു വലിച്ചു. ഒരു നാഗം കണക്കെ അവൻ്റെ നാവ് അവളുടെ നാവിൽ കോർത്തു വലിച്ചതും പെണ്ണവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോയിരുന്നു. കഴുത്തിന് ഇരുവശങ്ങളിലും വെച്ച അവൻ്റെ കൈവിരലുകൾ താഴേക്കിഴഞ്ഞ് എന്തോ കുസൃതി കാണിക്കാൻ തുടങ്ങിയതും ഭൂമി ഒന്ന് പിടഞ്ഞു. അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. കാർത്തി അപ്പോഴേക്കും അവളിൽ നിന്ന് അടർന്നു മാറിയിരുന്നു. പുറത്തെ മഴയുടെ ഹൂങ്കാര ശബ്ദം അവർക്കകത്ത് കേൾക്കാമായിരുന്നു. തൻ്റെ ഉള്ളിലും ഇപ്പോഴൊരു പ്രണയമഴ പൂർവാധികം ശക്തിയിൽ പെയ്യുന്നുണ്ടെന്ന് ഭൂമിക്ക് തോന്നി. കാർത്തി അവളിൽ നിന്ന് അടർന്നു മാറിയ നിമിഷം തന്നെ ഭൂമി തലയണയിലേക്ക് മുഖം അമർത്തി വെച്ചു. താളം തെറ്റിയ ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കുവാനൊന്ന് ശ്രമിച്ചു. താൻ ഓക്കെയല്ലേ? തൊട്ടടുത്ത് കാർത്തിയുടെ ശബ്ദം കേട്ടതും ഞൊടിയിടയിൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞവൾ. കാർത്തിയുടെ കൈകൾ അവളുടെ തലമുടിയിൽ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു. കാർത്തിയുടെ ഹൃദയതാളം ആസ്വദിച്ച് ഭൂമി എപ്പോഴോ ഉറങ്ങി. ഈ പെണ്ണ്, ഇവൾ ഓരോ നിമിഷവും തന്നിലേക്ക് ആളിപ്പടരാൻ വെമ്പൽ പൂണ്ട് നിൽക്കുകയാണെന്ന് അവന് തോന്നി. ഇവളെയാണോ താൻ തൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റുവാൻ നോക്കിയത്? തൻ്റെ പെണ്ണിനെ നെഞ്ചോട് ചേർക്കവേ അവനോർത്തു. കാർത്തിയും ഭൂമിയും കോളേജിൽ പോകാൻ ഇറങ്ങിയ നേരത്ത് തന്നെ സുഭദ്രയും ബാലേന്ദ്രനും പോകാൻ ഇറങ്ങി. വെറും 5 ദിവസത്തേക്കാണെങ്കിൽ പോലും സുഭദ്രയെ കാണാതിരിക്കുന്നത് ഭൂമിക്ക് വലിയ വിഷമമായിരുന്നു. അതുകൊണ്ടാവും അവർ പോകാൻ ഇറങ്ങിയപ്പോൾ ഭൂമിയുടെ കണ്ണ് നിറഞ്ഞതും. ഒഴുകി വന്ന കണ്ണീര് ആരും കാണാതെ സമർത്ഥമായി മറച്ചുകൊണ്ടവൾ പുഞ്ചിരിയോടെ അവരെ യാത്രയാക്കി. കാർത്തി അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭൂമി, വന്ന് വണ്ടി കയറ്. ഇപ്പോൾ തന്നെ സമയം എത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ദാ വരുന്നു. അകത്തിരുന്ന ബാഗെടുത്ത് വീടും പൂട്ടിയവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവർ എന്നത്തേതിലും താമസിച്ചായിരുന്നു അന്ന് കോളേജിലെത്തിയത്. അതുകൊണ്ട് തന്നെ കോളേജിലേക്കുള്ള പകുതി വഴിയിലെത്തിയപ്പോൾ തന്നെ സുമയുടെ ഫോൺ കോൾ ഭൂമിയെ തേടിയെത്തി. പറ സുമി. എടി, നീ എവിടാ? നീ എന്താ വൈകുന്നേ? ഞാൻ വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വാ, ക്ലാസ് ഇപ്പോൾ തുടങ്ങും. ഫസ്റ്റ് അവർ ദേവ് സാറിൻ്റെയാണ്. നീ സാറ് കഴിഞ്ഞ ദിവസം തന്ന വർക്ക് ചെയ്തിരുന്നോ? ഞാൻ ചെയ്തു. നീ എങ്ങനെയാ ചെയ്തേ? അത് കുറച്ച് ടഫല്ലായിരുന്നോ? അതൊക്കെ പോട്ടെ, നിനക്ക് ആ പോർഷൻ മനസ്സിലായിരുന്നോ? ഞാനാണെ ഹോംവർക്ക് ചെയ്തില്ല. എനിക്കത് മനസ്സിലായില്ലടി. എനിക്കും ആ പോർഷൻ മനസ്സിലായില്ലായിരുന്നു. ഇന്നലെ സാറാണ് എനിക്കത് ക്ലിയറാക്കി പറഞ്ഞു തന്നത്. അത് പറയുമ്പോൾ ഭൂമിയുടെ മുഖത്തൊരു നാണമുണ്ടായിരുന്നു. കേൾക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവൾക്ക് തൊട്ടടുത്ത് നിന്ന കാർത്തിക്കിനതൊക്കെ വ്യക്തമായി. അല്പം താമസിച്ചിറങ്ങിയതുകൊണ്ട് ഭൂമി കോളേജിലെത്തുമ്പോഴേക്കും ഏകദേശം ക്ലാസ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞു. ദേവ് അകത്ത് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്നു.
ഭൂമിക്ക് ക്ലാസ്സിന് ഇടനാഴിയിൽ കൂടി വരുമ്പോൾ ദേവിൻ്റെ ശബ്ദം കേൾക്കായിരുന്നു. ഭൂമി വന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് അവനോട് ക്ലാസ്സിലേക്ക് കയറാനുള്ള അനുവാദം ചോദിച്ചു. അപ്പോഴേക്കും ദേവ് നടന്ന് അവൾക്ക് അടുത്തേക്ക് വന്നു. എന്താ ഭൂമി ഇത്രയും ലേറ്റായത്? ആദ്യത്തെ 10 മിനിറ്റ് ലേറ്റായിട്ട് വന്നാൽ അറ്റൻഡൻസ് കിട്ടില്ലെന്നുള്ള കാര്യം അറിയില്ലേ? സർ, അത് സാറൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അല്പം ലേറ്റായി ക്ലാസ്സിലിരിക്കുന്ന മറ്റു കുട്ടികൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ശബ്ദം കുറച്ചായിരുന്നത് പറഞ്ഞത്. കാർത്തിക് സാറിൻ്റെ കൂടെയല്ലേ ഭൂമി വന്നത്? അതെ സാർ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഓക്കെ, ഇനി മേലിൽ ഇങ്ങനെ ലേറ്റായിട്ട് വരരുത് കേട്ടോ. ഷുവർ സർ. ഓക്കെ, ഗെറ്റ് ഇൻ. ദേവ് ക്ലാസ്സിലേക്ക് കയറാനുള്ള അനുമതി കൊടുത്തതും ഭൂമി അല്പം ആശ്വാസത്തോടെ സുമയുടെ അടുത്തേക്ക് വന്നിരുന്നു. ആ സമയം നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദേവ്. അതുകൊണ്ട് തന്നെ ഒരു പേജ് വിട്ട ശേഷം ഭൂമി മറ്റുള്ളവർക്കൊപ്പം നോട്ട് എഴുതാൻ തുടങ്ങി. ദേവിൻ്റെ അവർ കഴിഞ്ഞ് അവൻ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ക്ലാസ്സിൻ്റെ വാതിക്കൽ നിന്ന് ഭൂമിയെ അടുത്തേക്ക് വിളിച്ചത്. എന്താണ് സർ? അതും ചോദിച്ചുകൊണ്ട് ഭൂമി അടുത്തേക്ക് ചെല്ലുമ്പോൾ അടുത്ത് അവർ കാർത്തിയുടേതായതുകൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ദേവ് കാർത്തികിനോട് പെർമിഷൻ ചോദിച്ചു. കാർത്തിക് സാർ, ഭൂമി പതിരെ ഒരു 5 മിനിറ്റ് പുറത്തേക്ക് വിടാമോ? കാർത്തി പെർമിഷൻ കൊടുത്തതും ദേവും ഭൂമിയും ഇടനാഴിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ഭൂമി, ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് ലാസ്റ്റ് അവറും പിന്നെ ഒരു 1 അവർ കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അതിൻ്റെ ഫുൾ കോർഡിനേഷൻ ഞാൻ ഭൂമിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ദേവി ഇത് ഉഴപ്പരുത്. ഇല്ല സാർ, പ്രോപ്പറായിട്ട് എല്ലാവരെയും കൃത്യസമയത്ത് പ്രാക്ടീസിന് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിരിക്കണം. ഓക്കെ സാർ. എന്തിനാണ് ഇങ്ങനെ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ നടന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. മനസ്സിലായി സാർ. എല്ലാവരുമായിട്ട് ഞങ്ങൾ നേരത്തെ ഓഡിറ്റോറിയത്തിൽ വന്നോളാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഭൂമിയെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. അതും പറഞ്ഞുകൊണ്ട് ദേവ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭൂമി അവനെ പിന്നിന്ന് വിളിച്ചത്. സർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടിപ്പോൾ? അമ്മയ്ക്ക് പെട്ടെന്ന് BP കുറഞ്ഞു പോയതാണ്. കിച്ചണിൽ നിൽക്കുമ്പോഴായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ അമ്മ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. ഇടത് കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ട്. പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. ആണോ? ഓക്കെ സർ. അല്പം വിഷമത്തോടെയാണ് ഭൂമി അവനെ നോക്കിയത്. ദേവിൻ്റെ അമ്മയെ 1-2 പ്രാവശ്യം അമ്പലത്തിൽ വെച്ച് കണ്ട് പരിചയം ഭൂമിക്കുണ്ട്. പറ്റിയാൽ ഏതെങ്കിലും ഒരു ദിവസം കാർത്തിയും കൂട്ടി ദേവിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയെ കാണണമെന്നും ഭൂമി മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെയാണ് അവൾ ക്ലാസ്സിലേക്ക് കയറി വന്നതും. കാർത്തി ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയുടെ കണ്ണുകൾ അനാവശ്യമായി അവനെ തേടി ചെല്ലുന്നുണ്ടായിരുന്നു. ആർക്കും അത് മനസ്സിലായില്ലെങ്കിൽ പോലും കാർത്തിക്കിന് അവളുടെ നോട്ടങ്ങളുടെ എല്ലാ അർത്ഥവും ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഭൂമിയുടെ നോട്ടം കടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുമുണ്ട്. കാർത്തി വീട്ടിൽ എത്ര റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാലും കോളേജിൻ്റെ പാർക്കിങ്ങിൽ കാർ നിർത്തിക്കഴിഞ്ഞാൽ അവൻ പിന്നെ സാറാണ്. അത് ഭൂമിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അവൾ താൻ പോലും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് മിഴികൾ തേടിച്ചെല്ലുന്നത് മനസ്സിലാക്കുന്നുമുണ്ട്. അന്ന് പതിവ് പോലെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കാർത്തിക്കിനെ കോളേജ് മുറ്റത്ത് കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു വൈകുന്നേരത്തെ പ്രാക്ടീസിനെ കുറിച്ച്. സാറ് നേരത്തെ പോകുന്നെങ്കിൽ പൊയ്ക്കോ, ഞാൻ വൈകിട്ട് ബസ്സിൽ വന്നോളാം. അതേ സമയത്ത് തന്നെയാണ് ദേവും മറ്റെന്തോ കാര്യത്തിനായി അവിടേക്ക് വന്നത്. ഭൂമിയോടെ കണ്ടതും ദേവ് അവളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഭൂമി, പ്രാക്ടീസ് മറക്കരുതേ. ഓക്കെ സാർ. എന്തായാലും നിനക്ക് പ്രാക്ടീസ് ഉള്ളതല്ലേ? എനിക്ക് കുറച്ച് ആൻസർ ഷീറ്റ് നോക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഞാൻ സ്റ്റാഫ് റൂമിലിരുന്ന് അതൊക്കെ നോക്കാം. അപ്പോഴേക്കും നിൻ്റെ പ്രാക്ടീസ് കഴിയുമല്ലോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ഭൂമിക്കും സ്വീകാര്യമായിരുന്നു കാർത്തികിൻ്റെ ആ മറുപടി. അന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഭൂമി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇനിയും നോക്കി തീരാത്ത കുറച്ചധികം പരീക്ഷാ പേപ്പറുകൾ ബാഗിലേക്ക് എടുത്തു വെക്കുവാണ് കാർത്തി. ഭൂമിയെ സ്റ്റാഫ് റൂമിൽ കണ്ടതും അവൻ തല ഉയർത്തി അവളെ നോക്കി. പ്രാക്ടീസ് കഴിഞ്ഞോ? ഓ സർ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. ഞാൻ ആകെ വിയർത്ത് കുളിച്ചിരിക്കുവാണ്. അതേസമയം തന്നെയാണ് ഓഡിറ്റോറിയം പൂട്ടിയ ശേഷം ദേവ് സ്റ്റാഫ് റൂമിലേക്ക് വന്നത്. കാർത്തിക് സാർ ഭൂമിക്ക് വേണ്ടിയാണോ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്? ഏയ് അല്ല ദേവ്, എനിക്ക് കുറച്ച് ആൻസർ ഷീറ്റ് നോക്കാനുണ്ടായിരുന്നു.
പിന്നെ ഞാനോർത്തു എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഇവിടെ ഇരുന്ന് നോക്കുവാണെങ്കിൽ ഭൂമിയും കൂട്ടി പോകാമല്ലോ എന്ന്. അതിന് മറുപടിയായി ദേവൊന്ന് പുഞ്ചിരിച്ചു. അവർ മൂന്നുപേരും ഒരുമിച്ചാണ് പാർക്കിങ്ങിലേക്ക് പോയത്. ഭൂമിയുടെയും കാർത്തിക്കിൻ്റെയും കാറിനെ കടന്ന് ദേവിൻ്റെ കാറ് മുൻപിലേക്ക് കയറിപ്പോയത്. ഭൂമി കാർത്തികിനോടായി പറഞ്ഞു തുടങ്ങി, ദേവ് സാറിൻ്റെ അമ്മയ്ക്ക് കൈക്ക് പൊട്ടലുണ്ടെന്ന്. ആ, ഞാൻ അറിഞ്ഞിരുന്നു. സ്റ്റാഫ് റൂമിൽ ദേവ് പറഞ്ഞു. നമുക്കൊരു ദിവസം പോയി ആ അമ്മയൊന്ന് കണ്ടാലോ? അതിന് നിനക്ക് ദേവിൻ്റെ അമ്മയെ അറിയാമോ? 1-2 പ്രാവശ്യം ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ, നമുക്കൊരു ദിവസം പോകാം. അവരുടെ കാർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഭൂമിക്ക് ഇന്നോളം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തോന്നാത്ത പോലെ ഒരുതരം ശൂന്യത തോന്നി. സുഭദ്രയുടെ അഭാവമാണ് അതെന്ന് അവൾക്കറിയാമായിരുന്നു. അമ്മയില്ലാത്തത് എന്തോ പോലല്ലേ? അമ്മ നമ്മളെക്കാത്ത് എപ്പോഴും ഈ ഉമ്മറപ്പടിയിൽ നിൽക്കാറുള്ളതായിരുന്നല്ലോ. അവൾ കാർത്തിയോടായി ചോദിച്ചു. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് സുഭദ്രയുടെ ഫോൺ കോൾ അവളെ തേടിയെത്തിയത്. വീട്ടിലെത്തിയോ മോളെ? ഫോൺ എടുത്തപാടെ സുഭദ്ര ആദ്യം ചോദിച്ചത് അതാണ്. എത്തിയമ്മേ, ദാ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ആണോ? 2 ആൾക്കുള്ള ഫുഡൊക്കെ ദേവകി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിളക്ക് വെച്ചിട്ട് പോയിരുന്നു പഠിക്കണം കേട്ടോ. കാർത്തി എവിടെ? സാർ ഇവിടെ ഉണ്ടമ്മേ, ഞാൻ സാറിൻ്റെ ഫോൺ കൊടുക്കാം പറഞ്ഞുകൊണ്ട് ഭൂമി ഫോൺ കാർത്തിയുടെ നേർക്ക് നീട്ടി. കണ്ണാ, എവിടെത്തിയമ്മേ? ഇനി അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഹോട്ടലിലെത്തും. അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വിളിക്കാട്ടോ. ഓക്കെ അമ്മേ. ഫോൺ കട്ട് ചെയ്തിട്ട് ഭൂമിക്ക് നേരെ അവൻ നീട്ടി. ഭൂമി നേരെ റൂമിൽ പോയി. അവൾ ഫ്രഷാകുന്ന സമയം കാർത്തി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തെ ബാൽക്കണി നിൽക്കുകയാണ്. ഞാൻ താഴെ പോയി ഒരു ചായ ഉണ്ടാക്കാം, അപ്പോഴേക്കും സാറ് ഫ്രഷായിട്ട് വരാമോ? അധികം ശബ്ദമില്ലാതെ ചുണ്ടുകൊണ്ട് ആംഗ്യം പോലെ അതും പറഞ്ഞ് അവൾ താഴേക്ക് പോയി. പോകുന്ന വഴിക്ക് അവളുടെ അമ്മ വിളിച്ചു. അവരും കുറേ നേരം അവളോട് സംസാരിച്ചു. അതിനുശേഷമാണ് അവൾ അടുക്കളയിലേക്ക് പോയത്. 2 പേർക്കുള്ള ചായയ്ക്ക് വേണ്ടി പാല് ഗ്യാസിലേക്ക് വെച്ചു. തേയിലയും ഏലക്കയും അതിലേക്കിട്ട് പാല് തിളയ്ക്കാൻ കാത്തു നിൽക്കുന്ന സമയത്താണ് കാർത്തിക്കിൻ്റെ നനവുള്ള കൈകൾ പിന്നിലൂടെ വന്ന് അവളെ പൊതിഞ്ഞത്. ആഹാ, ഭൂമിദേവിക്ക് ഇതും വശമുണ്ടോ? ഒരു തമാശ പോലെ അവനത് പറയുമ്പോൾ അവൻ്റെ വിരലുകൾ ധാവണിക്കിടയിലൂടെ അവളുടെ വയറിൽ ചിത്രം വരച്ചു തുടങ്ങി. അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളൊന്ന് കുറുകിക്കൊണ്ട് പിടഞ്ഞു. ഇത് ആദ്യമായിട്ടാണ് അടുക്കളയിൽ വെച്ച് ഇങ്ങനെയൊക്കെ. സുഭദ്രയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് താനും. ഒരുപാട് പ്രാവശ്യം അവൻ്റെ കൈകൾ ഇതുപോലെ കുസൃതി കാട്ടിയിട്ടുണ്ടെങ്കിലും ഓരോ തവണ അവൻ അടുത്തേക്ക് വരുമ്പോഴും അവനെ ആദ്യമായി കാണുമ്പോലൊരു തോന്നൽ അവളിൽ നിറയും. അവൻ തൊടുമ്പോൾ ഇപ്പോഴും പുതുമയുള്ളൊരു അനുഭൂതി അവളിൽ വന്ന് നിറയും. കൈമാറ്റ്, അവളൊന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. ഇല്ല. വശ്യമായി കാർത്തിക്കിൻ്റെ സ്വരം വീണ്ടും കാതിൽ പതഞ്ഞതും അവളുടെ ഉടൽ ഒന്നാകെ വെട്ടി വിയർത്തു. ഞൊടിയിടയിൽ അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവൻ്റെ കൈകൾ വയറിൽ നിന്നും മുകളിലേക്ക് സഞ്ചാരപാത തീർത്തതും അവളുടെ മൃദുലതകളിൽ അമരാൻ വെമ്പിയതും അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. അവൻ്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് കുതിരാൻ ശ്രമിച്ചവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒട്ടൊരു നേരത്തിനപ്പുറം അവൻ്റെ കൈകൾ വീണ്ടും അവിടേക്ക് അമർന്നതും അറിയാതെ ഒന്ന് ഏങ്ങിപ്പോയി ഭൂമി. കൂമ്പിയടഞ്ഞ കണ്ണുകളും വിറയ്ക്കുന്ന അധരങ്ങളും അവൻ്റെ അധരങ്ങൾ അവളുടേതുമായി വീണ്ടും കൂടിച്ചേർന്നു. ഇരുവരും ഒരു നിമിഷം പരസ്പരം മറന്നു എന്നുള്ളതാണ് വാസ്തവം. ചായ തിളച്ചു പോകുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഭൂമി അവനിൽ നിന്ന് അടർന്നു മാറിയത്. ശോ, ചായ മുഴുവൻ പോയല്ലോ, ഭൂമി വിഷമത്തോടെ പറഞ്ഞു. ചായയൊക്കെ പോട്ടെ, അതും പറഞ്ഞ് ഭൂമിയെ വീണ്ടും തന്നിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ് കാർത്തി. ഇത്തവണ അല്പം കള്ള ദേഷ്യത്തോടെ ഭൂമി കാർത്തിയെ നോക്കി. എൻ്റെ കൈ വിട്ടേ, എന്നിട്ട് മര്യാദയ്ക്ക് ഇത് ക്ലീൻ ചെയ്തോണം, ഭൂമി പറഞ്ഞു. തുടരും. ഇത്തിരി റൊമാൻസ് ആഡ് ചെയ്തു. കഥ അവസാനിക്കാറായി വരുന്നു കേട്ടോ. ഒരു ഹാപ്പി എൻഡിങ്. ഓക്കെ അല്ലേ? ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. മിത്ര.